മന്ത്രോച്ചാരങ്ങളാണ്. ഇതാണ് മന്ത്രം. ഇത് മന്ത്രമാണ്. പിന്നെ എടാ ഇത് കളസോടാൻ പഠിപ്പിക്കുന്നതാണ്. മന്ത്രമൊന്നല്ല, ഭ്രാന്താണ്. ചേട്ടൻ പറയുന്നത് മഹാഭാവമാണ്. മഹാഭാവ അത് സാമ്യല്ല, അത് ഭ്രാന്തനാണ്. ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ കൊക്കാണ്. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. പരിശോധിക്കാം. സുബ്രൻ സ്വാമികൾ മതി മതി, അഹങ്കാരം വേണ്ട, താഴെ തന്നെ. ചാത്തൻ സ്വാമികൾ വെരി ഗുഡ്. ചണ്ടാളൻ ഇവിടെ ചണ്ടാള ഗുരുവിനെ വന്ദിക്കാൻ പഠിക്കുന്നു. എന്തെങ്കിലും ഓ എന്നാ കാര്യത്തിന് വിശന്നിട്ട് പാടില്ല, വല്ല തിന്നാട്ടാണ്. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള. നീ വിശപ്പടക്കും. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ എനിക്ക് ചൊല്ലൂ. സന്യാസിയാവട്ടെ. സന്യാസിയാവട്ടെ. എനിക്ക് വിശക്കുന്നു, വല്ല തിന്നാട്ടാണ്. പക്ഷേ ഇതിന്റെ വായ ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം. നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. ഒരു ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസിയെ സന്യാസി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി പൂർണ്ണ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി, അതെ ആ ഭ്രാന്തനെ പോലെ ഇങ്ങനെ വളർത്തി ഞാൻ ശാപിക്കും. സ്വഭാവം പറയാൻ പാടില്ല. ശിഷ്യന്മാരെ, ഇത് നമ്മളെല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലാത്ത എനിക്ക് വിശന്നപ്പോല്ല, ഞാനും വിളിക്കാൻ ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? ശിഷ്യന്മാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ. ചണ്ടാളിനെ കുറിച്ച് ഞാനും പകരട്ടെ. തെണ്ടി, നിനക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ മഹാജറ്റാണ്, മഹാജറ്റ. അന്നേരത്തോടുള്ള പോക്കറ്റ് അടിക്കാരൻ സുപ്രന്ന് വെച്ച് എല്ലാവരും പറയും. എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടല്ല, ചവിട്ടിക്കേറ്റ് കൊഞ്ഞാങ്ങളെ ഞാൻ ഈ മുടിയും താടിയെ കുളത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്ടറാക്കുക. ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ മൂക്കിയാൻ പറ്റുന്ന എന്നെ തനിസ്വഭാവം പുറത്തെടുപ്പിക്കുന്നുണ്ടോ? എല്ലാവരും കണ്ണുകളും കാതുകളും തുറന്നുകൊള്ളൂ. ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു. ഗുരു, അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ വരസ്? അസഭ്യവർഷായ വായി തോന്നിയായ അഹമന്ത്രം. എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞു പോയി. സൂക്ഷിച്ച് കളിക്കുക. ശിഷ്യന്മാരെ, ഇത് നമ്മൾ എല്ലാവരും യാത്രയ്ക്ക് പോകുന്നു. അയ്യ, അത് പഴയ സിനിമയാണ്. നമുക്ക് ക്രോണിക് പാറ്റേൺ സിനിമ കാണാമോ? സിനിമയോ? എന്താണ് സിനിമ? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപി. ആരാണ് മമ്മൂട്ടി? ആരാണ് മോഹൻലാൽ? ആരാണ് സുരേഷ് ഗോപി? ഇതൊന്നും അറിയാൻ പാടില്ല. സിനിമയിൽ പ്രൊജക്ടറിലേക്ക് എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. സുപ്രസ്വാമിയുടെ ചവിട്ട് കൊള്ളാം, നട്ടല് വെള്ളമായി. നേരെ വരും. ശിഷ്യന്മാരെ, നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. ഇതെല്ലാവരും രണ്ട് കല്ലെടുക്കും. ചണ്ടാളൊരു അടിപൊളി ജ്ഞാനം. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ. ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇത് നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ഉണ്ട്. ശിഷ്യന്മാരെ, നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കും, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കും. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. ഉള്ളവൻ ഇല്ലാത്തവന് തരാം. കിഡ്നി ചവിട്ടല്ലേ, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ. മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ,
ശിഷ്യന്മാരെ ആരെ പറ്റി നിങ്ങളെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഇനി ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകൂല. ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല. ശിഷ്യന്മാരെ നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായി തീരട്ടെ. ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും. നിനക്ക് നേരാൾ ശാന്തി ഉണ്ടാകും. ശിഷ്യന്മാരെ നമുക്ക് സമയം കളയാനില്ല. യാത്ര തുടരുക. Come on, follow me. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന്റെ വിഷമം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് പോയിട്ട് തുടങ്ങിയില്ലേ? അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ ഇനി എല്ലാവരും വീണ്ടും രണ്ട് കല്ലെടുക്കൂ. എന്നാ ഒരു അടിപൊളി കൊട്ടയിൽ ഞാൻ വേണ്ട എന്നാ വേഗം എല്ലാവരും കല്ലെടുത്തോ. എല്ലാവരും കല്ലെടുത്തല്ലോ. ഇത് തിന്നാൻ ഇത് സ്ഥലത്തിന്. ഇതാണ് ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാലുമുള്ളുകളും കൊണ്ട് ചോര വരും. അപ്പൊ ഒരുപാട് തിന്നാം. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? ആ, സുപ്രീം സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 90 പൈസ അടിപൊളി ഷൂവാണ്. മഴയത്തുമിടാം. ഓക്കെ. ചാത്തൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി 2 ഷൂസാണ്. സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ. ചണ്ടാള ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ? നീ കാണിക്കൂ.